പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച് ബന്ദികളാക്കിയവരിൽ 104 പേരെ പാക് സൈന്യം മോചിപ്പിച്ചു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തന്നെ തുടരുന്നുമുണ്ട്. 30 പാക് സൈനികരും 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വീണ്ടും. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ഏറെ ആശങ്കയുണ്ടാക്കിയ വാർത്തയാണ്. ഇനിയും മോചിപ്പിക്കാൻ ആളുകളുണ്ട്. ഏത് തരത്തിലുള്ള ശ്രമമാണ് ഇവരുടെ മോചനത്തിന് വേണ്ടി നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്നലെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു ട്രെയിൻ, ദക്ഷിണേഷ്യയിൽ തന്നെ ആദ്യമായാണ് ഒരു ട്രെയിനിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ട്രെയിനിലെ യാത്രക്കാരെ മുഴുവനായും ബന്ദികളാക്കി മാറ്റുകയും ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഉണ്ടായ ഈ നടപടി, ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആക്രമണം, ഇതിൻ്റെ ഭാഗമായി ബന്ദികളെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ഇതിനിടെ 104 പേരെ മോചിപ്പിച്ചതായാണ് പാക് സൈന്യം അറിയിക്കുന്നത്. 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ 30ഓളം പാക് കമാൻഡോകൾ, സൈനികർ ഈ ഏറ്റുമുട്ടലിനിടെ മരിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ കണക്കാക്കിയിരുന്നത് 35ഓളം ബന്ദികളെ മറ്റൊരിടത്തേക്ക് ഈ BLA അംഗങ്ങൾ മാറ്റിയെന്നും മറ്റെല്ലാവരെയും ഒരുമിച്ച് ഒരു പ്രദേശത്ത് തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വിവിധ ഗ്രൂപ്പുകളാക്കി ഈ BLA അംഗങ്ങൾ ഈ ആളുകളെ, യാത്രക്കാരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും സൈനികരും രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇത്തരത്തിൽ നിലവിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ മോചനത്തിന് ആവശ്യമായുള്ള നടപടികൾ, ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് പാക് സൈന്യം അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 104 പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് പാക് സൈന്യം വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, എന്തായാലും അവരുടെ മോചനത്തിനു കൂടിയുള്ള ശ്രമങ്ങൾ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് അവരും മോചിതരാകട്ടെ എന്നാണ് നമ്മളുടെയും ആഗ്രഹം.